അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനെതിരായ യുദ്ധത്തോടുള്ള അമേരിക്കൻ ജനതയുടെ വിയോജിപ്പ് വർദ്ധിച്ചതായി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നിയമവിരുദ്ധമായ യുദ്ധം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തുവെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വഷളാക്കിയെന്നും മിക്ക അമേരിക്കക്കാരും പറയുന്നു. ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച PBS NPR മാരിസ് പോളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സർവേ പ്രകാരം 60% അമേരിക്കക്കാരും ട്രംപ് ഇറാൻ വിഷയം കൈകാര്യം ചെയ്ത രീതിയെ എതിർക്കുന്നു. മാർച്ചിൽ ഇത് 54%. യുദ്ധം കാരണം ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിച്ചു. നിലവിൽ ഗാലന് ശരാശരി $4.48 വില. ഒരു വർഷം മുമ്പ് ഇത് $3.17 ആയിരുന്നു. 63% ജനങ്ങളും ഈ വിലക്കയറ്റത്തിന് ഉത്തരവാദി ട്രംപാണെന്ന് തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ സൈനിക നടപടികൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തതെന്ന് 61% പേർ അഭിപ്രായപ്പെട്ടു. രാജ്യം സുരക്ഷിതമാകുന്നതിന് പകരം കൂടുതൽ അപകടത്തിലായെന്നും അമേരിക്കയുടെ അന്താരാഷ്ട്ര പദവിക്ക് മങ്ങലേറ്റതായി ഭൂരിഭാഗം പേരും കരുതുന്നു. രാഷ്ട്രീയമായി നിഷ്പക്ഷത പാലിക്കുന്ന ഇൻഡിപെൻഡന്റ് വോട്ടർമാരിൽ 64% ട്രംപിന്റെ യുദ്ധനയങ്ങളെ തള്ളിക്കളയുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത 66% പേരും ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയില്ലെങ്കിലും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന പക്ഷക്കാരാണ്. ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോകുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വൻ തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വോട്ടർമാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യുദ്ധത്തോടുള്ള വിരക്തിയും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇറാനെതിരായ ട്രംപിന്റെ ആക്രമണം അമേരിക്കയ്ക്ക് ദുരന്തം മാത്രമാണ് നേടിക്കൊടുത്തതെന്ന് മുൻ US നിയമജ്ഞൻ വ്യക്തമാക്കി. അമേരിക്കൻ ഇടപെടലുകൾ ഇറാനെ കൂടുതൽ ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ന്യൂജേഴ്സി സുപ്പീരിയർ കോടതി ജഡ്ജിയും സിൻഡിക്കേറ്റഡ് കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജഡ്ജി ആൻഡ്രൂ നപ്പോലിറ്റാനോയുടേതാണ് പരാമർശം. യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് തന്ത്രപരമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ആഭ്യന്തരം പണപ്പെരുപ്പം വർദ്ധിക്കുകയും യൂറോപ്യൻ സഖ്യകക്ഷികളെ അകറ്റുകയും ഇറാനെ ശക്തമായ പട്ടികയിലേക്ക് ഉയർത്തുകയും ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യത നഷ്ടപ്പെടുകയും ഇന്ധനത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില കുത്തനെ കൂടിയെന്ന് ആൻഡ്രൂ കൂട്ടിച്ചേർത്തു. ഈ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിനും നിരപരാധികളായ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും മാത്രമേ സഹായിച്ചുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ സൈനിക നീക്കങ്ങളെ നേരിടുന്നതിൽ അമേരിക്കൻ തന്ത്രങ്ങൾ പരാജയപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണെങ്കിലും അത് അവസാനിപ്പിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായി മാറിയിരിക്കുകയാണെന്ന് ട്രംപിന്റെ ഇസ്രയേലിനോടുള്ള വിധേയത്തിൽ നിന്നാണ് ഈ യുദ്ധം ഉണ്ടായതെന്ന് ആൻഡ്രൂ പറഞ്ഞു. പ്രസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പുറത്തു വന്നത്. പശ്ചിമേഷ്യയുടെ സമാധാനം കെടുത്തി വീണ്ടും അമേരിക്കൻ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഇറാന്റെ തുറമുഖങ്ങളിലാണ് US ആക്രമണം ഉണ്ടായത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഇന്ധന കപ്പലുകളെയുമാണ് US ആക്രമിച്ചതും തിരിച്ചടിച്ചെന്ന് ഇറാൻ സൈന്യവും വ്യക്തമാക്കി. 1 മാസം നീണ്ട വെടിനിർത്തലാണ് ഇതോടെ അപ്രസക്തമായത്. തങ്ങളുടെ ഒരു എണ്ണക്കപ്പലിനെയും മറ്റൊരു കപ്പലിനെയും അമേരിക്ക ലക്ഷ്യം വെച്ചതായും ഖ്വാഷം ദ്വീപിന് സമീപം വ്യോമാക്രമണം നടത്തിയതായും ഇറാൻ സൈന്യം ആരോപിച്ചു. ഇതിന് മറുപടിയായി US പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.